ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 67-ാം വാക്യം. ഈശോ 12 പേരോടുമായി ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? നമ്മൾ പാതി നോമ്പാണ് കേട്ടോ. നോമ്പിൻ്റെ പാതി വഴി പിന്നിടുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം. ഈ നോമ്പ് തുടങ്ങിയ ദിവസമുണ്ട്, അത് നമ്മളെടുത്ത ചില പ്രതിജ്ഞകളുണ്ട്. നോമ്പെടുക്കാം, പള്ളിയിൽ പോകാം, കൂടുതൽ സമയം പ്രാർത്ഥിക്കാം, ദൈവത്തോട് ചേർന്ന് വിശുദ്ധമായ ജീവിതം നയിക്കാം. ഇങ്ങനെ പല തീരുമാനങ്ങൾ നമ്മൾ ജീവിതത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഈ പാതി വഴി പിന്നിടുമ്പോൾ ഒന്ന് ചിന്തിക്കണം, നമ്മൾ ഈ എടുത്ത തീരുമാനങ്ങൾ എത്രമാത്രം പ്രാവർത്തികമാക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ളത്. പോരായ്മകളും വീഴ്ചകളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തമ്പുരാന്റെ മുൻപിലായിരുന്നുകൊണ്ട് മാപ്പ് ചോദിച്ച് ത്യാഗത്തോടുകൂടി കൂടുതൽ തീഷ്ണതയോടുകൂടി നോമ്പിൻ്റെ ബാക്കി വഴി യാത്ര ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനായിട്ട് നമ്മൾ കൂടുതൽ ത്യാഗത്തോടുകൂടി പരിശ്രമിക്കണം. ഇന്നത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലേ, ഈശ്വരന്മാരോട് വെറുതെ നിങ്ങളും പോകാനായിട്ട് ആഗ്രഹിക്കുന്നുവോ? എന്താണ് ഈ സാഹചര്യം എന്ന് പറയുന്നത്? തമ്പുരാന്റെ വചനം കേട്ടപ്പോൾ ഒത്തിരിയേറെ പേർക്ക് ഇത് കഠിനമാണ്, ഇത് പാലിക്കുവാനായിട്ട് ആർക്ക് സാധിക്കുമെന്ന് കുറ്റം പറഞ്ഞുകൊണ്ട് ഈശോയെ ഉപേക്ഷിച്ച് കടന്നുപോയി. ഇത് കണ്ടപ്പോൾ ഈശോ എന്താ പറഞ്ഞത്? നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു. ഈശോ ശിഷ്യന്മാരുടെ മക്കളെ അവരൊക്കെ പോയി, നിങ്ങൾ പോവരുത്, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞവരെ നിർബന്ധിക്കുകയല്ല ചെയ്തത്, മറിച്ച് നിങ്ങളും പോകാനായിട്ട് ആഗ്രഹിക്കുന്നുവോ എന്നാണ് ചോദിച്ചത്. കാരണം എന്താണ്? ഈ വചനത്തിൽ ഏതായാലും ഞാൻ മാറ്റമൊന്നും വരുത്തുന്നില്ല. എൻ്റെ കൂടെ എൻ്റെ ഒപ്പം വസിക്കുവാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വചനം പാലിക്കണം. ഈ വചനത്തിന് ഒരു മാറ്റവും ഉണ്ടാവത്തില്ല. നിങ്ങളെല്ലാവരും എന്നെ ഉപേക്ഷിച്ചിട്ട് പോയാലും ഞാൻ ഇതിൽ നിന്ന് മാറ്റം വരുത്തുകയില്ല എന്ന് കൃത്യമായിട്ട് ഈശോ പറയും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോയിക്കോ, പക്ഷേ ഈ വചനം കഠിനമാണ്. ഇതൊരിക്കലും ലഘുവാക്കാനായിട്ട് പറ്റത്തില്ല. നീ എൻ്റെ പിന്നാലെ വരുന്നുണ്ടെങ്കിൽ സഹനങ്ങളും വേദനകളും ഉണ്ടാവും. എൻ്റെ വചനം കേട്ട് ജീവിക്കുവാനായിട്ട് നീ തയ്യാറാവണം. ഈ വചനം കേട്ട് ജീവിക്കാത്തിടത്തോളം കാലം നിനക്ക് എൻ്റെ പിന്നാലെ വരാനായിട്ട് സാധിക്കുകയില്ല. സ്നേഹമുള്ള, ഇതാണ് എൻ്റെ ദൈവം എനിക്ക് നൽകുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അവനൊരിക്കലും എന്നെ നിർബന്ധിക്കുകയല്ല. മോനെ, എൻ്റെ കൂടെ ആരുമില്ല, നീ 12 ശിഷ്യന്മാരല്ലേ, നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തതല്ലേ, എൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടാവണമെന്ന് ഈശോ പറയുകയല്ല, മറിച്ച് നിങ്ങൾക്ക് ഇത് വേണ്ട എങ്കിൽ പോകാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാനാ തീരുമാനമെടുക്കേണ്ടത്. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കൂടെ പോകണോ വേണ്ടി? ഇത് ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം. പക്ഷേ ഈ ഒരു സ്വാതന്ത്ര്യം ഞാൻ ഏറ്റെടുക്കുമ്പോൾ ഒന്ന് ഓർത്തോണം, ദൈവത്തിൻ്റെ പിന്നാലെ ഞാൻ പോകുമ്പോൾ അത് എളുപ്പമുള്ള കാര്യമല്ല. സഹനമുണ്ട്, വേദനകളുണ്ട്, ത്യാഗങ്ങളുണ്ട്. ഈ കൽപ്പന എന്ന് പറയുന്നത് ഇച്ചിരി പ്രയാസമാണ്. അത് പാലിക്കാനായിട്ട് ഇഷ്ടംപോലെ ത്യാഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. ഒരുപക്ഷെ ഈ ഒരു വചനം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, നമുക്ക് തമ്പുരാൻ്റെ ഒപ്പം പോകാനായിട്ട് ആഗ്രഹമുണ്ട്, പക്ഷേ ത്യാഗമൊന്നും പറ്റത്തില്ല എൻ്റെ ഈശോയെ, സഹനമൊന്നും പറ്റത്തില്ല. ഈ സഹനങ്ങളിലും വേദനകളിലും തമ്പുരാനെ ഉപേക്ഷിച്ച് നമ്മൾ കടന്നു പോവുക. ഉപേക്ഷിച്ച് പോകുമ്പോൾ ദൈവം പറയുക, മോനെ, നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ വാ, ഞാൻ നിർബന്ധിക്കത്തില്ല. ദൈവത്തിൻ്റെ ഈ സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിൽ എപ്രകാരമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. ദൈവം നൽകുന്ന ഈ സ്വാതന്ത്ര്യം, അവൻ്റെ കൽപ്പന അനുസരിക്കാനായിട്ടുള്ള ഈ സ്വാതന്ത്ര്യം നമുക്ക് ഏറ്റവും പൂർണ്ണതയിൽ വിനിയോഗിക്കുവാനായിട്ട്, ത്യാഗത്തോടുകൂടി അവൻ്റെ വചനം പാലിക്കുവാനായിട്ട്, ആ വചനമനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട്, അങ്ങനെ വിശ്വസ്തയോടുകൂടി ദൈവത്തിൻ്റെ ശിഷ്യന്മാരായി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.